വചനം 240. വല്ലദീന യാതൊരു കൂട്ടർ യുതവഫൗന മിൻകും നിങ്ങളിൽ നിന്ന് മരിക്കുന്ന വയദറൂന വിട്ടുപോകുകയും ചെയ്യുന്ന അസ്വാജൻ ഭാര്യമാരെ വസിയ്യതൻ ഒരു ഒസിയ്യത്ത് ലി അസ്വാജിഹിം തങ്ങളുടെ ഭാര്യമാർക്ക് മതാഅൻ ഒരു വിഭവം സാമാനം ഇലൽ ഹൗലി കൊല്ലത്തേക്ക് ഗൈറ ഇഖ്റാജിൻ പുറത്താക്കാതെ ഫഇൻ ഖറജ്ന ഇനി അവർ പുറത്തു പോയെങ്കിൽ ഫലാ ജുനാഹ എന്നാൽ തെറ്റില്ല അലൈക്കും നിങ്ങളുടെ മേൽ ഫീമാ ഫഅൽന അവർ ചെയ്യുന്നതിൽ ഫി അൻഫുസിഹിന്ന അവരുടെ ദേഹങ്ങളിൽ തങ്ങളുടെ സ്വന്തങ്ങളുടെ കാര്യത്തിൽ മിൻ മഅറൂഫിൻ മര്യാദയായിട്ട് ആചാരമായി വല്ലാഹു അല്ലാഹു അസീസുൻ പ്രതാപശാലിയാണ് ഹകീമുൻ അഗാധജ്ഞനാണ് യുക്തിമാനുമാകുന്നു. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. നിങ്ങളിൽ നിന്ന് യാതൊരു കൂട്ടർ മരിക്കുകയും ഭാര്യമാരെ വിട്ടേച്ചു പോകുകയും ചെയ്യുന്നുവോ തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു വസിയത്ത് അവർ ചെയ്യേണ്ടതാണ്. അതായത് വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത വിധം ഒരു കൊല്ലത്തേക്കുള്ള ഒരു വിഭവം. ഇനി അവർ സ്വയം പുറത്തു പോയെങ്കിൽ അവർ തങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിൽ സദാചാര മര്യാദയായി ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. മുൻ ആയത്തുകളിൽ വിവാഹമോചന സംബന്ധമായും മറ്റും സംസാരിച്ചിരുന്ന വിഷയങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ വചനവും അടുത്ത 2 വചനവും നിലകൊള്ളുന്നത്. ഭർത്താക്കൾ മരണപ്പെടുമ്പോൾ തങ്ങളുടെ ഭാര്യമാരെ തങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി താമസിപ്പിക്കാതെ ഒരു കൊല്ലം അവിടെ തന്നെ പാർപ്പിക്കുവാനും അക്കാലത്ത് അവർക്ക് വേണ്ടുന്ന ചിലവുകൾ കൊടുക്കുവാനും അവർ വസിയത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ ആ സ്ത്രീകൾ അവരുടെ സ്വന്തം നിലക്ക് ആ വീട് വിട്ടു പോകുവാനും സദാചാര വിരുദ്ധമല്ലാത്ത വിധത്തിൽ അവരുടെ വിവാഹം മുതലായ ഭാവി കാര്യങ്ങൾ ചെയ്യുവാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ മുടക്കം ചെയ്യുകയും വേണ്ട. അവർക്ക് അവരുടെ വീടുകളിലേക്ക് നീങ്ങാവുന്നതാണ്. ഇത്രയുമാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചതിൻ്റെ ചുരുക്കം. ഈ വചനത്തിൻ്റെ ആശയവും താൽപ്പര്യവും വിവരിക്കുന്നതിൽ മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഭിന്നമായ നിലപാടാണ് സ്വീകരിച്ചു കാണുന്നത്. അവയിൽ പ്രസക്തമായ 2 അഭിപ്രായങ്ങൾ ഇതാണ്. 1. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന വിധിയാണിത്. പിന്നീട് ഭർത്താക്കൾ മരണപ്പെട്ടാൽ സ്ത്രീകൾ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണമെന്ന നിയമം 234 വചനത്തിൽ അവതരിക്കുകയും ഭാര്യമാർക്കുള്ള അനന്തരാവകാശം അഥവാ സ്വത്തിൻ്റെ 4/1 8/1 നടപ്പാക്കപ്പെടുകയും ചെയ്തതോടുകൂടി ഈ വിധി അഥവാ ഒരു കൊല്ലം വീട്ടിൽ താമസിപ്പിച്ചു ചിലവ് കൊടുക്കണമെന്ന വിധി ദുർബലപ്പെടുകയും അഥവാ മൻസൂഖാകുകയും ചെയ്തിരിക്കുന്നു. അടിക്കുറിപ്പ്: നസ്ഖിനെ അഥവാ മുൻവിധി ദുർബലപ്പെടുത്തലിനെപ്പറ്റി മുഖവുരയിലും 106 വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലും വിവരിച്ചിട്ടുണ്ട്. വ്യാഖ്യാനം തുടർച്ച. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അധികപക്ഷവും ഈ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വിധി മൻസൂഖാണെന്ന് വെക്കുവാനുള്ള ഉപാധികൾ പൂർത്തിയാകുകയും 2 വിധികളും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുവാൻ മാർഗമില്ലാതാകുകയും ചെയ്യുമ്പോൾ മാത്രമേ നസ്ഖിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ പ്രസ്തുത ഉപാധികൾ വേണ്ടത്ര പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, താഴെ ഉദ്ധരിക്കുന്ന മുജാഹിദ് റളിയല്ലാഹു അൻഹു മുതലായവരുടെ അഭിപ്രായത്തിൽ കാണുന്നതുപോലെ 2 വിധികളും തമ്മിൽ പൊരുത്തക്കേടില്ലാത്ത വിധം യോജിപ്പിക്കുവാൻ സാധ്യതയുണ്ട് താനും. 2. ഭർത്താവിൻ്റെ മരണശേഷം സ്ത്രീ ആ വീട്ടിൽ താമസിക്കുവാനും അവിടെ നിന്ന് ചിലവ് പറ്റാനും ഇഷ്ടപ്പെടുന്ന പക്ഷം ഒരു കൊല്ലം വരെ അവൾക്ക് താമസവും ചിലവും നൽകുവാൻ വസിയ്യത്ത് ചെയ്യണമെന്നാണ് ഈ വചനത്തിൻ്റെ താൽപ്പര്യം. അവൾ അതിന് ഇഷ്ടപ്പെടാത്ത പക്ഷം 4 മാസവും 10 ദിവസവും നിർബന്ധമായും ഇദ്ദ ആചരിക്കണമെന്നാണ് ആ വചനത്തിൽ അഥവാ 234 പറയുന്നത്. അഥവാ
4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കൽ നിർബന്ധമാണെന്നും പിന്നീടുള്ള 7 മാസവും 20 ദിവസവും കൂടി ആചരിക്കുന്നത് അവളുടെ ഇഷ്ടം പോലെയാവാമെന്നും ചുരുക്കം. ഈ അഭിപ്രായം മുജാഹിദ് റളിയല്ലാഹു അൻഹു മുതലായവരുടേതായി അറിയപ്പെടുന്നു. ഈ അഭിപ്രായമാണ് കൂടുതൽ യുക്തമായി തോന്നുന്നത്. അല്ലാഹു ആലം. നിർബന്ധമായ ഇദ്ദയുടെ കാലം കഴിഞ്ഞ ശേഷം മറ്റൊരു വിവാഹത്തിനുള്ള സൗകര്യം ലഭിക്കാത്തപ്പോൾ 1 കൊല്ലം പൂർത്തിയാകുന്നതുവരേക്കും വിഷമം കൂടാതെ ജീവിക്കുവാൻ അവൾക്ക് ഈ വസിയത്ത് വളരെ സഹായകരമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ അഭിപ്രായം വിവരിച്ച ശേഷം ഇബ്നു കസീർ റഹ്മഹുല്ല ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: അപ്പോൾ പ്രസവ നിമിത്തമോ 4 മാസവും 10 ദിവസവും തികഞ്ഞത് നിമിത്തമോ അവളുടെ ഇദ്ദ കഴിയുകയും അവൾ ആ ഭർത്താവിൻ്റെ വക വീട്ടിൽ നിന്ന് നീങ്ങുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അത് തടയുവാൻ പാടില്ല. അവർ പുറത്തുപോയി അവരുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്യുന്നതിന് വിരോധമില്ല. ഫൈൻ ഖറജന ഫലാ ജുനാഹ അലൈക്കും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നുവല്ലോ. ഈ അഭിപ്രായത്തിന് ന്യായമുണ്ട്. ആയത്തിലെ വാചകത്തിൽ അതിന് സാധ്യതയുമുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഈ അഭിപ്രായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരിൽ ഒരാളാണ് അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ റഹിമഹുല്ല. മറ്റൊരു കൂട്ടർ ഇതിനെ ഗണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ഒരാളാണ് അബൂ ഉമർ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല.